ഇപ്പോൾ ആരുടെ പിടിവാശിയാണ് ഈ മുന്നണിയിൽ എടുക്കാതിരിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ആരുടെ പേരാണ് ഉയർന്നു വരിക? വി.ഡി. സതീശനാണ് ഇപ്പോഴും വന്ന് ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പി.വി. അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ തീരുമാനം എടുക്കട്ടെ അൻവർ എന്ന് പറയുന്നത്. അൻവർ എന്ത് വ്യക്തിപരമായ തീരുമാനം എടുക്കാനാണ്? അൻവർ യു.ഡി.എഫിനൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ? അക്കാര്യത്തിൽ വി.ഡി. സതീശനുള്ള അടക്കമുള്ള ആളുകളെ നേരത്തെ മുതൽ തന്നെ കണ്ടതല്ലേ? മലയോര ജാഥയിൽ വി.ഡി. സതീശൻ ഇരിക്കുന്ന വേദിയിലേക്ക് വന്നത് യു.ഡി.എഫിലേക്ക് വരാനല്ല, മറ്റെവിടേക്കെങ്കിലും പോകാനാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും അൻവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടിയിലെ കൺവീനറായി വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയായി തന്നെ മുന്നണിയിലേക്ക് വരാൻ വേണ്ടിയാണ് ആ പാർട്ടിയുടെ ഒരു കേരള ഘടകം തന്നെ അൻവർ രൂപീകരിക്കുന്നത്. യു.ഡി.എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് അൻവറിന് ആ പാർട്ടി തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന അൻവർ ഇനിയും എന്ത് പറയണമെന്നാണ്? അൻവറിൻ്റെ ഇനി എന്ത് തീരുമാനം അറിയണമെന്നാണ്? അൻവർ യു.ഡി.എഫിനൊപ്പം ഘടകകക്ഷിയായി ഒരു ആലിയായി വരണം എന്നുള്ളത് അൻവറിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അൻവർ അത് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളുമായി. ഇപ്പോൾ പി.വി. അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ. പി.വി. അൻവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.